ഞങ്ങളുടെ നാട്ടിൽ മറവഞ്ചേരി എന്ന തൊട്ടടുത്തൊരു നാട്ടിൽ ലോക പിസ്കനായ ഒരു ചങ്ങായി ഉണ്ട്. അവൻ്റെ പേരെന്നെ പിസ്കൻ രവി എന്നാണ്. നേരത്തെ മിമിക്രിക്കൊക്കെ പോയിരുന്ന ആൾ ഇപ്പോൾ മിമിക്രിക്കിൻ്റെ കൂടെ വരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ കഷ്ടകാലത്തിന് എന്തായി, ആ പാവപ്പെട്ട പിസ്കന് ലോട്ടറി അടിക്കണ്ടായി. പൊന്നാറ പിശാരേട്ട എന്തൊക്കെ ഉണ്ടായിച്ചല്ലോ. ലോട്ടറി അടിച്ചപ്പോൾ എത്ര അടിച്ചെന്നറിയോ? 3.5 കോടി ഉറുപ്പിയും ഒരു സൂപ്പർ ഇന്നോവ കാറാണ് ലോട്ടറി അടിച്ചത്. അതുകൊണ്ട് തന്നെ മൂപ്പര് 2 ടിക്കറ്റ് അന്ന് നിർത്തിയിരുന്നു. 2 ടിക്കറ്റ് എടുത്തിട്ട് 3.5 കോടി ഉറുപ്പിയും ഇന്നോവ അടിച്ചിട്ട് മൂപ്പര് ഇരുന്ന് പൊരിഞ്ഞ കരച്ചല. എന്നെ കണ്ട പിന്നൊക്കെ കെട്ടിപ്പിടിച്ച് കര എന്നൊക്കെ പറഞ്ഞു പൊരിഞ്ഞ കരച്ചൽ. അപ്പോൾ എന്തായാലും എന്താ സംഭവം എന്താ? 2 ടിക്കറ്റ് എടുത്ത് എനിക്ക് 1 ടിക്കറ്റ് അടിച്ചോളൂ, മറ്റേൻ്റെ 40 ഉറുപ്പിക പോയില്ലേ, ഞാൻ ആകെ ഇടങ്ങറായില്ലേ. അങ്ങനെ നല്ല അടിപൊളി സൂപ്പർ കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചു. പിസ്കൻ ചാനൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കായ് ചിലവാന്ന് വിചാരിച്ച് കായ് ചിലവാണ്ടാച്ചിട്ട് എന്താക്കി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. സൂപ്പർ വീട് കെട്ടി ആ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ ഉണ്ടാക്കിയ ആ ഇന്നോവ കാർ വീടിന് മുമ്പിൽ കൊടുത്ത് പാർക്ക് ചെയ്ത് തെന്നക്കന്നെ ഞങ്ങൾ നാട്ടുകാർ ആരും വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കലില്ല. എൻ്റെ പിസ്കത്രം കൊണ്ട് ആരെങ്കിലും കേട്ടപ്പോൾ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോരാ, ചങ്ങാതി വെറുതെ ചങ്ങാതി വെറുതെ പിസ്കത്രം കാണിക്കാൻ നിൽക്കുകയാണ്, അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ഒരു ദിവസം കണ്ടിരിക്കണ്, പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. അയ്യോ ഭയങ്കര അട്ടഹാസ കരച്ചിൽ. അപ്പോൾ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. പിന്നെ കരച്ചിലിൻ്റെ ടോണ് മാറി ചെറിയ ജാതി ടോണ്, അയ്യോ എന്നൊക്കെ പോട്ട്. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു സീരിയസ് വിഷയം അവിടെ നടക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ സഹതാപത്തിൽ 1-2 ആൾക്കാർ പോയേക്കുമ്പോൾ ആൾ വയറ് പിടിച്ച് നിലത്തിരുന്ന് കരഞ്ഞിട്ട് അയ്യോ വയ്യല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ വയറ് വരയ്ക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ തൊട്ടടുത്ത് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെ ഇന്നോടെ കാർ ചാവി എന്നാ വണ്ടിയുടെ ചാവി എന്നേ. വേണ്ട, വണ്ടി എടുക്കണ്ട പെട്രോളിൽ പോകും, ആ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, എന്നെ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, പെട്രോൾ കായില്ലല്ലോ, പെട്രോൾ വില കൂടിയ അവസരത്തിലെ വണ്ടി എടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതും കരച്ചിൽ. എന്താ വേണ്ട, ഓട്ടോ കൈയടിച്ച ഓട്ടോയിൽ വലിച്ചു കെട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ പരിശോധിച്ച് പറഞ്ഞു, ഓ അപ്പൻഡിക്സിൻ്റെ വയറുവേന ഒരു രക്ഷയില്ല, ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ, എനിക്ക് കുറെ പൈസ ചിലവാകൂലേ, ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഡോക്ടർ 25,000 ഉറുപ്പിക ചിലവാകും, നിങ്ങൾക്ക് നിങ്ങൾ 2 മിനിറ്റ് നിങ്ങൾ മരിക്കാൻ പോകും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്താ? അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ കൂടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടയാളെ ഈ രവി വിളിച്ചിട്ട് ചോദിക്കുക, എടാ പിന്നെ ഇവിടെ വന്നൊരു കാര്യം ചേട്ടാ, പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ മരണച്ചടങ്ങിനൊക്കെ എത്ര രൂപ ചിലവാണ്, ഏകദേശം എത്ര ചിലവാണ് വരുന്നത്? ഏകദേശം അതൊരു 6,000-7,000 ഉറുപ്പിൻ്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞു. എന്നാ പിന്നെ ആ വഴിക്ക് ചിന്തിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ടേ, എൻ്റെ കയ്യിൽ കായില്ലേ.